ട്രൈബൽ മിഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് പഞ്ചതീർത്ഥം എന്നറിയപ്പെടുന്ന ഒരു ജലധാര കാണുന്നതിന് വേണ്ടിയാണ്. ചെറുവള്ളി എസ്റ്റേറ്റിനോട് ചേർന്ന പ്രദേശമായ ചേനപ്പാടിക്കടുത്തുള്ള അഞ്ചുകുഴിയിലാണ് ഈ ജലധാര സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പഞ്ചതീർത്ഥം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. മഴക്കാലത്ത് വെള്ളക്കൂടുതൽ ഉള്ളതിനാൽ 5 കിണറുകൾ കാണുവാൻ കഴിയുമോ എന്ന് തോന്നുന്നില്ല. എങ്കിലും ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ട് നമുക്ക് മടങ്ങാൻ സാധിക്കുന്നതാണ്. വളരെ മനോഹരമായ കാഴ്ചകളാണ് ഈ പ്രദേശത്ത് വന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മനസ്സിനും ശരീരത്തിനും കുളിർമ പകരുന്നതും സന്തോഷം പകരുന്നതുമായ കാഴ്ചകളാണ് ഇവിടെ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 25 വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലത്തുകൂടി പോയിട്ടുള്ള ആർക്കും ഇപ്പോൾ ഈ സ്ഥലം കണ്ടാൽ മനസ്സിലാകുകയില്ല. കാരണം അത്രയ്ക്ക് ഈ പ്രദേശത്തിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അന്നിവിടം വനപ്രദേശമായിരുന്നു. ഭയത്തോടു കൂടിയാണ് ജനങ്ങൾ ഈ പ്രദേശത്തു കൂടി യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ചുരുക്കം ചിലർ മാത്രമാണ് ഇതുവഴി, അതായത് എസ്റ്റേറ്റ് ലയങ്ങളിൽ താമസിക്കുന്നവർ എരുമേലി പേട്ടയിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് ഈ വഴി ഉപയോഗിച്ചിരുന്നത്. അന്ന് 5 കിണർ പോലെയുള്ള കുഴികൾ വ്യക്തമായി ഈ അരുവിയിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അന്ന് എല്ലാവരും 5 കിണർ എന്നാണ് ആ കുഴികളെ പറഞ്ഞിരുന്നത്. ഇന്ന് 5 കിണർ എന്നത് പഞ്ചതീർത്ഥമായി മാറി. അവിടെ പഞ്ചതീർത്ഥ പരാശക്തി കുടികൊള്ളുന്ന ഒരു ക്ഷേത്രവുമുണ്ടായി. കാലത്തിൻ്റെ പോക്കനുസരിച്ച് മനുഷ്യനും പ്രകൃതിക്കും വരുന്ന മാറ്റങ്ങൾ അത്ഭുതം തന്നെയെന്ന് പറയേണ്ടത് തന്നെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് പഠിക്കുന്ന കാലഘട്ടത്തിൽ ലയത്തിൽ താമസിക്കുന്ന ബന്ധുവീട്ടിൽ വരുമ്പോൾ ഞാൻ ഈ വഴി നടന്നു പോയിട്ടുണ്ട്. അന്ന് ഇതൊരു വനപ്രദേശം പോലെ ആയിരുന്നു. രാത്രി കാലങ്ങളിലുള്ള ഇതുവഴിയുള്ള യാത്ര ഭയപ്പെടുത്തുന്ന ഒരു അനുഭവം തന്നെയായിരുന്നു. ചീവീടുകളുടെ സൗണ്ടും ഈ 5 കുഴികളിലേക്ക് വെള്ളം ശക്തിയായി വന്ന് വീഴുന്ന സൗണ്ടും എല്ലാം കൂടെ ഭയപ്പെടുത്തുന്ന ഒരു അനുഭവം തന്നെയായിരുന്നു. കൂടാതെ ലയത്തിൽ വരുമ്പോൾ പലരും ഈ സ്ഥലത്തെക്കുറിച്ച് ഭയം ജനിപ്പിക്കുന്ന കഥകളോ കെട്ടുകഥകളോ പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തും. കുട്ടികളായതുകൊണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമ്മൾക്കില്ല. വളരെ ഭയത്തോടു കൂടിയാണ് ഈ വഴി കടന്നു പോയിട്ടുള്ളത്. ഇന്ന് അതിനൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും വളരെ മനോഹരമായ കാഴ്ചയാണ് പ്രകൃതി സന്ദർശകർക്ക് വേണ്ടി ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം ഈ പ്രദേശത്ത് വരുമ്പോൾ നമ്മൾക്ക് അനുഭവപ്പെടുന്നു. എല്ലാം കൊണ്ടും മനസ്സിനും ശരീരത്തിനും കുളിർമയും സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്ന ഒരു അന്തരീക്ഷം നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ഈ മനോഹര ദൃശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അങ്ങനെ ഈ പ്രദേശത്തു നിന്നും മടങ്ങുകയാണ്. വീണ്ടും ഇതുപോലെയുള്ള കാഴ്ചകളുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.